എല്ലാവരുടെ അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് എനിക്ക് അത്ര താല്പര്യമില്ല. ജോലി ചെയ്തു, ജോലി നന്നായി ചെയ്തോ ഇല്ലയോ, കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇല്ല. പ്രേക്ഷകരോട് ഭയങ്കരമായ ഒരു അടുപ്പം തോന്നാനും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് മൂല്യം കൽപ്പിക്കുകയും ചെയ്യുന്നത് ഈ ജോലി ആയതുകൊണ്ടാണല്ലോ. ഞാനൊരു മാഷായിട്ടോ ബാങ്ക് ജോലിയായിട്ടോ ടാക്സി ഓടിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ ബിസിനസ്സൊന്നും പറ്റില്ല. വേറെ നമ്മളും ഒരു സ്ഥാപനവും മാത്രമായി നിൽക്കുന്ന ഒരു ബന്ധമുള്ള ഒരു തൊഴിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ രീതിക്കല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഒരു മേഖലയിലായതുകൊണ്ട്, ഈ ഒരു ജോലിയിലായതുകൊണ്ട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് സൊസൈറ്റിയോട്, നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് പ്രേക്ഷകരോട്. അവർ നമ്മളുടെ മേലിൽ വിശ്വസിച്ച് മുടക്കുന്ന ആ ഒരു ടിക്കറ്റിൻ്റെ കാശിന് നമ്മൾ മൂല്യം കൽപ്പിക്കണം. അത് ഈ ജോലി ആയതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ ഞാൻ എനിക്കൊന്ന് വളരെ ഒരു കുറച്ചും കൂടി സെൽഫിഷ്, കുറച്ചും കൂടി സെൽഫ് സെൻറ്റേർഡ്, ഒരു തോന്നിവാസിയായി പോയതിന് കുറച്ചും കൂടെ. ഇപ്പം അല്ല എന്നല്ല കേട്ടോ, ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ഇല്ല. പക്ഷേ ഞാൻ മറ്റേതിന് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ജോലിക്ക് അവർക്ക് പറയാൻ അവകാശവും അധികാരമുണ്ട്. കാര്യം അവരുടെ കാശിനും കൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. അത് തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ മുഖത്ത് നോക്കി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കിഷ്ടമല്ലായിരുന്നു താങ്കളെ എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ അത് പറയാമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം വളരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആക്ടറാണ്. നമ്മളെല്ലാവരും ജാഫർ ഇടുക്കി. ജാഫർക്കായിട്ട് ഞാനൊരു സിനിമ ഈ അടുത്ത് ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ള ബിഗ് ബി തൊട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് ഈ ആക്ടറെ അല്ല ബിലാലിക്ക എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അങ്ങനെ ജാഫർക്കയുടെ മഹേഷിൻ്റെ ഇഷ്ടംപോലെ വേഷങ്ങളും ചുരുളി നമുക്കിഷ്ടമാണ്. ജാഫർക്ക് ഞാനും പുറത്ത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സാജൻ ബേക്കറിയിൽ വന്ന് ഒരു ഗംഭീര ഗസ്റ്റ് റോൾ ചെയ്തിട്ട് പോയ മനുഷ്യനാണ്. എനിക്ക് തോന്നുന്നു ആ സിനിമയിൽ അന്ന് ഇറങ്ങിയ ടൈമിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ആ സീൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഈ അടുത്ത് ഞാൻ ആ പടം ചെയ്യുമ്പോൾ ജാഫർക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, നല്ല രസമുള്ള. അപ്പോൾ അദ്ദേഹം പറയുമ്പോഴേ നിന്നെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. ഓപ്പണായിട്ട് മുഖത്ത് നോക്കി പറയാ. എനിക്കത് ഇഷ്ടമായിരുന്നു. പുള്ളി ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് പറഞ്ഞു, എനിക്ക് മോനെ മക്കളെ, എനിക്ക് നിന്നെ ഒരു സമയത്ത് എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ നിൻ്റെ വെള്ളിമൂങ്ങ കണ്ടു, അന്ന് എൻ്റെ അഭിപ്രായം മാറിയിരുന്നു. അപ്പോൾ അത് എനിക്ക് വളരെ വലിയൊരു കോംപ്ലിമെൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് തോന്നാം ചില വ്യക്തികളോട് അവരുടെ പെരുമാറ്റം അല്ലെങ്കിൽ നേരിട്ട് അറിയില്ലെങ്കിൽ അവരുടെ രൂപം ഇൻ സെൻസ് അവരുടെ എന്തെങ്കിലും ഒരു മുഖഭാവം ചിലപ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കാം. എല്ലാം തികഞ്ഞവരല്ലല്ലോ മനുഷ്യർ. അപ്പം അത് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവാം. എനിക്കങ്ങനെ തോന്നുന്നു. ഇഷ്ടം പോലെ പേര് കോളേജിലും ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ നമ്മളത് ക്യാരി ചെയ്യുന്നില്ല. പുള്ളിയും ക്യാരി ചെയ്തിട്ടൊന്നുമില്ല. എവിടെയെങ്കിലും നമ്മളെ കാണുമ്പോൾ ഒരു താല്പര്യക്കുറവ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളിമൂങ്ങ കണ്ടില്ലായിരുന്നെങ്കിൽ സാജൻ ബേക്കറിക്ക് വിളിച്ചിരുന്നെങ്കിൽ പുള്ളി വരില്ലായിരുന്നു. അങ്ങനെയും പറഞ്ഞു, അഭിനയിക്കാൻ പോലും വരില്ലായിരുന്നു കൂടെ. അപ്പോൾ അത്രയ്ക്കും ഒരു വിരോധിയായി. എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഓപ്പണായിട്ടൊക്കെ പറഞ്ഞപ്പോഴേ ഓപ്പണായിട്ടൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്കത് കോളേജ് പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം, വളരെ ബ്ലണ്ടാണ് അവർ. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും പൊതുവേദികളിലല്ലാതെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളുടെ. ഇപ്പോൾ ഈ സിനിമ റിവ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് ഇവരൊക്കെ വളരെ പാവമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ കുറ്റം പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള മാനേജർ മുഹമ്മദ്, ഞാൻ ഇന്നും വിനീതും നിവിനും ഉൾപ്പെടെ ഇവർക്കൊക്കെ അറിയാം. ഞാൻ പഠിച്ചത് ഇവരുടെയൊക്കെ സുഹൃത്താണ്, ധ്യാൻ്റെയൊക്കെ, മിഥുനൊക്കെ അറിയാം. അതായത് ചില ഷോട്ടൊക്കെ ഞാൻ ചെയ്തിട്ട് വരുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പറയും എന്ത് ബോറായിരുന്നെന്ന് പറയും. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.